ഗുഡ് മോർണിംഗ് ബിലവഡ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് വളരെ സന്തോഷം തോന്നുന്നു നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ. എല്ലാവരും വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് നമ്മൾ വന്നിരിക്കുകയാണ്. സ്വർഗത്തിലും ഇപ്പോഴും ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ദേശത്തിൻ്റെ 75-ാം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ്. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും നോക്കാവുന്നതാണ്. ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നമ്മുടെ ഹാൻഡിൽ @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾ ബോംബെയിലുള്ളവരാണ് എങ്കിൽ ഞങ്ങളോട് കൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഞങ്ങളെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ചർച്ചിൻ്റെ അഡ്രസ്സ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ നിന്ന് വായിക്കുന്ന എല്ലാ വചനങ്ങളും അതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ മുഖ്യ ടൈറ്റിൽ എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇന്ന് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വേറൊരു സഭയിൽ ഈ കാര്യത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന്. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി, നിനക്കറിയുകയില്ലേ പൂർത്തീകരിക്കപ്പെട്ട കാര്യം എന്താണ് എന്ന്? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, നിനക്കറിയുകയില്ല പൂർത്തീകരിക്കപ്പെട്ട കാര്യം എന്താണ് എന്ന്. എങ്ങനെയാണ് പിന്നെ നീ ആ സന്തോഷം ക്രിസ്തുവിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ വിശ്രാമം നിങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ പൂർത്തീകരിക്കപ്പെട്ട കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്കെല്ലാവർക്കും കാണാമെന്ന് ഞാൻ കരുതുന്നു. വരൂ നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ഈ വചനം നമ്മൾ വളരെയധികം പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ സുവിശേഷം അറിയിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. ഗ്രീക്ക് ഭാഷയിൽ വിധി എന്നുള്ളതിൻ്റെ മറ്റൊരർത്ഥം അത് ന്യായം എന്നുള്ളതാണ്. ഇവിടെ വചനം പറയുകയാണ്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. മുന്നോട്ട് നോക്കുക. 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ആരിലാണ് ന്യായവിധി ഇല്ലാത്തത്? വിശ്വാസം. ആരിലാണ് വിശ്വാസം? ദൈവത്തിൽ വിശ്വസിക്കുന്നവനിൽ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെന്ന്. പക്ഷെ ഇവിടെ അവനൊരു പേര് നൽകിയിരിക്കുകയാണ്. ആ പേര് യേശു എന്ന പേരാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കണമെന്ന്. എപ്പോഴാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ എഴുതിയിരിക്കുകയാണ്, അവനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അതിൽ ദൈവം തൻ്റെ ശ്വാസം ഊതി. പക്ഷെ ഇപ്പോൾ ഞാനും നിങ്ങളും അവൻ്റെ സൃഷ്ടികളല്ല, പക്ഷെ ഞാനും നിങ്ങളും അവനിലൂടെ ഉത്ഭവിച്ചവരാണ്. ആ സ്വർഗത്തിൽ നിന്നും വീണ്ടും ജന്മം പ്രാപിച്ചവർ. ഏത് നിമിഷം ആദം പാപം ചെയ്തു അവനൊരു മേഖലയിൽ വീഴുവാനിടയായി. അത് അന്ധകാരത്തിന്റെ മേഖലയായിരുന്നു. ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും കീഴിൽ അവൻ വരുവാനിടയായി. അവൻ ആ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം അല്ലെങ്കിൽ കർമ്മയുടെ ഫലം ഭക്ഷിച്ചപ്പോൾ അവൻ ആ അന്ധകാരത്തിന്റെ മേഖലയിൽ വീഴുവാനിടയായി. എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ ആ അന്ധകാരത്തിന്റെ മേഖലയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ആ ജീവന്റെ മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ പിതാവായ ദൈവം എന്താണ് ചെയ്തത്? അവൻ യേശു ക്രിസ്തുവിനെ അയച്ചു. അതുകൊണ്ട് ക്രൂശ് എന്ന് പറയുന്നത് അതൊരു വഴിയാണ്. എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പോകുമ്പോൾ ക്രൂശിലൂടെ നമ്മുടെ പഴയ മനുഷ്യനെ മരിച്ചതായി നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ തന്നെത്താൻ ക്രൂശിക്കപ്പെട്ടതായി കാണുമ്പോൾ ക്രൂശ് ഒരു ചിഹ്നമായിട്ടാണ്. നമ്മുടെ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയെ പോലെയാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവൻ അനേകം സഹോദരന്മാർക്ക് ആയിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് നമ്മുടെ പുതിയ ജനനം എവിടെ നിന്നാണ് സംഭവിച്ചത്? അതെപ്പോഴാണ് സംഭവിച്ചത്? നമ്മൾ പുതിയ സൃഷ്ടിയായപ്പോൾ, നമ്മൾ വിശ്വസിച്ചപ്പോൾ. അതിനുശേഷമാണ് നമ്മൾ അവൻ്റെ പുത്രന്മാരായത്. ഞാൻ ആഗ്രഹിക്കുന്നു ഹീറും ജിയറും മുന്നോട്ട് വരണമെന്ന്. ഞാൻ നിങ്ങളെ ഇത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിലെയും ക്രിസ്തുവിൻ്റെയും ഏകതയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഹീറും ജിയറും മുന്നോട്ട് വരിക. കായിറ ഇവരുടെ മകളാണ്. അവൾ കാണിക്കുന്നത് ഇവരുടെ 2 പേരുടെയും ഒന്നായതിനെയാണ് അവൾ കാണിക്കുന്നത്. നിങ്ങൾ കായിറയെ കാണുമ്പോൾ ജിഗറിനെയും ഹീറിനെയും 2 പേരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് കായിറയിൽ നിന്ന് ഇവരെ 2 പേരെയും മാറ്റാൻ സാധിക്കുന്നത്?
കുറച്ച് സമയത്തേക്ക് കായറയെ നമുക്ക് അവിടെ ഇരുത്താം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആഗ്രഹിക്കുന്നു കീറും ജിഗറും അവരവരുടെ സ്ഥലത്ത് ഇരിക്കട്ടെ. നമുക്ക് കായറയെ മാത്രം നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാമോ, ഹീറും ജിഗറും എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിനെ ഗ്രഹിച്ചപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായി കൈറ ആയിരിക്കുന്നത് പോലെ. ഇപ്പോൾ ഞാനും നിങ്ങളുമല്ല ജീവിക്കുന്നത്, കൈറ ആ പുതിയ സൃഷ്ടിയാണ് ജീവിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ അന്ധകാരത്തിന്റെ മേഖലയിൽ നിന്ന് ജ്യോതിയുടെ മേഖലയിലേക്ക് വന്നത്, വെളിച്ചത്തിന്റെ മേഖലയിലേക്ക് വന്നത്? ആ പുതിയ സൃഷ്ടിയാകുന്നത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഒന്നായതിലൂടെ. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചു. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരായി. അതുകൊണ്ട് ആരെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരെവിടെയാണ്? അവരിപ്പോഴും അന്ധകാരത്തിന്റെ മേഖലയിലാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു? എത്രയധികം നിങ്ങൾ ഈ വെളിച്ചത്തിൽ ഉണരുന്നുവോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഫലം എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ആ ഒന്നായതിലൂടെയാണ്. ആ വഴി തിരിച്ച് പിതാവിലേക്ക് എത്താനുള്ള വഴി അത് ക്രൂശിലൂടെ ആണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ദർശനം ഞാൻ കാണുവാനിടയായി. അതിൽ ഞാൻ കണ്ടു, ഞാൻ യേശുവിനെ പോലെയായിരുന്നു. എൻ്റെ കണ്ണുകൾ പോലെയായിരുന്നു അവൻ്റെ കണ്ണുകൾ, എൻ്റെ പോലെയുള്ള മൂക്ക്, കവിള്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പുതിയ സൃഷ്ടിയാണ് കാണുന്നത്. ഞാൻ ക്രിസ്തു ഇപ്പോൾ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് കുട്ടികൾ മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ഫലമാണ്. അവരെ മാറ്റാൻ, രണ്ടുപേരെ ആ കുട്ടിയിൽ നിന്ന് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇപ്പോൾ കൈറ ആ പുതിയ സൃഷ്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഇന്നത്തെ മുഖ്യ ടൈറ്റിൽ എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ട കാര്യം. ഞാൻ വളരെ സന്തോഷവതിയാണ്. എത്രയധികം ഇന്ന് സാക്ഷ്യങ്ങൾ വന്നോ അതെല്ലാം, ആ സാക്ഷ്യത്തിലൂടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും എത്ര വലിയ വിശ്രമമാണ് എല്ലാവർക്കും മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതം പൂർത്തീകരിക്കപ്പെട്ടൊരു കാര്യത്തിലാണെന്ന് അറിയുമ്പോൾ. ഒരു പുത്രൻ സാക്ഷ്യം പറയുകയായിരുന്നു, ആ ഒരു മേഖലയിൽ അവന് ചിന്തിക്കേണ്ട ആവശ്യമേ വന്നില്ല അവൻ വിശ്രമത്തിലായിരുന്നപ്പോൾ. പിതാവ് മുന്നമേ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി അവിടെ റെഡിയാക്കി വെച്ചു. എന്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ അവർ ആ സ്ഥലത്ത് തന്നെ തന്നെത്താൻ വന്ന് അവർക്ക് ചെയ്തു കൊടുക്കുവാനിടയായി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എത്ര പിതൃത്വത്തിലാണ് എന്ന്. ഋഷിയും സാക്ഷ്യം പറഞ്ഞതുപോലെ അവൻ എങ്ങനെയാണ് അവൻ്റെ ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നത്. അവൻ ബേസ്മെന്റിൽ തന്നെ പാർക്കിംഗ് കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ്റെ ആ ആഗ്രഹം മാത്രം അവൻ വെച്ചപ്പോൾ, അവൻ ആ വിശ്രമത്തിൽ നിലനിന്നപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പിതാവിൽ പൂർത്തീകരിക്കുവാനിടയായി. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്രമത്തിലായിരിക്കാൻ പഠിക്കുമ്പോൾ, എന്തുകൊണ്ടെന്നാൽ ഈ മേഖല അന്ധകാരത്തിന്റെ അവിടെ ഒരു പിതാവുമില്ല, അവിടെ നിങ്ങൾ അനാഥരാണ്. പക്ഷെ ഏറ്റവും വലിയ വിശ്രമം വെളിച്ചത്തിന്റെ മേഖലയിലുള്ളത് നിങ്ങൾക്ക് അവിടെ ഒരു സ്വർഗീയ പിതാവുണ്ട്. ആ പിതാവിന്റെ വിശ്രമമാണ് പുത്രനിലുള്ളത്. എത്ര സൗഭാഗ്യകരമായ കാര്യമാണ് ഞാനും നിങ്ങളും ഈ സത്യത്തിലാണ് എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവർ കാണാൻ സാധിക്കാത്തതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. കൊലോസ്യർ 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഇവിടെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനാണ് എന്ന്. യേശു ക്രിസ്തു അവൻ ആദ്യജാതനാണ്. അവൻ ജനിച്ചു ദൈവത്തിലൂടെ ഈ എല്ലാ സൃഷ്ടിയിലും. ഇപ്പോൾ ഞാനും നിങ്ങളും സൃഷ്ടിയാണോ? ആദമാണ് ആ സൃഷ്ടിയായിരുന്നത്, ഞാനും നിങ്ങളും അല്ല. ഞാനും നിങ്ങളും പുതിയ ജനനം, വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. അതുകൊണ്ട് വചനം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരായി കാണാതിരിക്കുക. ശരീരമാണ് ആ ശരീരത്തിന്റെ ഫലം ലഭിക്കുന്നത്. ആത്മാവിന്റെ ഫലമാണ് ലഭിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ജനനം സ്വർഗത്തിലൂടെ അവന്റെ രക്തത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ എല്ലാ വെളിപ്പാടും എവിടെയാണ് വരുന്നത്? അത് നിങ്ങളുടെ പ്രാണനിൽ, നിങ്ങളുടെ മനസ്സിലാണ് വരുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പ്രാണന് ചിന്തിക്കാൻ സാധിക്കും നമ്മളൊരു സൃഷ്ടിയാണ് എന്ന്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളും അവരെ പോലെയാണ് എന്ന്. പക്ഷെ അല്ല, ഞാനും നിങ്ങളും ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ആളാണ്. നമ്മളുടെ ഉള്ളിൽ ഒരു പുതിയ മനസ്സുണ്ട്, അത് ക്രിസ്തുവിന്റെ മനസ്സാണ്. എന്നെക്കുറിച്ചുള്ളതെല്ലാം ആ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച പുതിയ ജനനത്തിലൂടെയുള്ളതാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനു മുമ്പേ ഉള്ളവൻ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനിൽ യേശു ക്രിസ്തുവാണ് ആദ്യജാതൻ. അവൻ സഭ എന്ന ശരീരത്തിന് തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനുമായി എഴുന്നേറ്റവനുമാകുന്നു.
മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനിൽ യേശു ആദ്യജാതൻ ആണ്. വേറെ ആരെങ്കിലും ഉണ്ടോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവർ? ഉണ്ട്, ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് അവൻ അനേകം സഹോദരന്മാർക്ക് ആദ്യജാതനായത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? എഴുതിയിരിക്കുകയാണ്, അവനിൽ സർവ്വസമ്പൂർണ്ണത. എഴുതിയിരിക്കുകയാണ്, അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ എന്നുള്ളത് എല്ലാത്തിലും അവന് ആദ്യം. പുത്രൻ പോകുന്നിടത്തല്ല, അത് നിങ്ങളുടെ ജോലിയാണെങ്കിലും സ്കൂളാണെങ്കിലും എല്ലാ മേഖലയിലും പുത്രനായിരിക്കും മുമ്പേ ഉള്ളവൻ. ഏറ്റവും നല്ലതായിട്ടുള്ള സ്ഥാനം അത് പുത്രനായിരിക്കും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവനിൽ സർവ്വസമ്പൂർണ്ണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അത് സ്വർഗത്തിലുള്ളതാണെങ്കിലോ ഭൂമിയിലുള്ളതാണെങ്കിലോ. നിങ്ങൾക്കറിയാമോ, പാപത്തിലൂടെ മുഴുവൻ സൃഷ്ടിയും വീണു പോകാനിടയായി. ആദം പാപം ചെയ്തപ്പോൾ ആദമിനോട് കൂടെ എല്ലാ സൃഷ്ടിയും അവനോട് കൂടെ പാപത്തിൽ വീഴുവാനിടയായി. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, സൃഷ്ടിയും വളരെ ആശയോടെ ആരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുകയാണ്? പുത്രന്മാരുടെ വെളിപ്പാടിനായി, എന്റെയും നിങ്ങളുടെയും വെളിപ്പാടിനായി. നിങ്ങൾക്കറിയാമോ, ഒരു പുത്രൻ അവരുടെ തിരിച്ചറിവിൽ ഉണരുമ്പോൾ, അവരവരുടെ സ്ഥാനത്തേക്ക് വരുമ്പോൾ, എല്ലാ പ്രശ്നത്തിലായിരിക്കുന്ന സാഹചര്യങ്ങളും നിങ്ങളുടെ മുമ്പിലുള്ളത് അത് ശരിയായ രീതിയിലേക്ക് വരുവാനിടയാകും. നിങ്ങൾക്ക് ലയൺ കിങ് വാല പ്രസംഗം നിങ്ങൾ കേൾക്കണം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു സിംഹം കാട്ടിലെ രാജാവായിരിക്കും. ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ എല്ലാ സൃഷ്ടികളും ആ രീതിയിലേക്ക് വരികയാണ്. ആ രാജാവ് ഒരു സിംഹമായിരിക്കുമ്പോൾ അതൊരു രാജാവാണെന്നുള്ളത് മറന്നു പോകുമ്പോൾ എല്ലാ സൃഷ്ടിയും പ്രശ്നത്തിലായി തീരുകയാണ്. ഒരു പുത്രൻ മറക്കാതിരിക്കുമ്പോൾ അവൻ ആരാണെന്നും അവനവന്റെ സ്ഥാനത്തെ പിടിച്ചിരിക്കുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ അങ്ങനെയുള്ള സ്ഥാനത്തായിരിക്കും. എല്ലാ സൃഷ്ടികളും നിങ്ങളെ സേവിക്കുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അറിയാം ആരാണ് പുത്രനെന്ന്, ആരാണ് സൃഷ്ടി കർത്താവെന്നും അവനറിയാം. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, അശുദ്ധമായ ഒരു സാധനം വിശുദ്ധമായ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് മരിച്ചു പോകും. ഞാനൊരു പ്രസംഗത്തിൽ നിങ്ങളോട് പറഞ്ഞു, ഒരു രോഗം നിങ്ങളെ തൊടുകയാണെങ്കിൽ ആ രോഗമാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് ദൈവം ആ കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ ആ കുഷ്ഠരോഗമാണ് മരിച്ചുപോയത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അതിന്റെ അർത്ഥം ഇതാണ്, ദോഷമില്ലാത്തത്. നമ്മൾ വചനത്തിൽ വായിച്ചതുപോലെ യോഹന്നാൻ 3:16 എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ഈ മേഖലയിൽ അന്ധകാരത്തിന്റെ മേഖലയിലാണ് എങ്കിൽ നേരത്തെ നിങ്ങൾ ദോഷം ചെയ്തവരാണെന്ന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഏത് നിമിഷം ആദം പാപം ചെയ്തോ ഈ എല്ലാ മേഖലയും അത് ദോഷം ഉള്ളതായി തീർന്നു. അവിടെ ഒരു ന്യായമുണ്ട്, അത് മരണത്തിന്റെ ന്യായമാണ്. നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നതിലൂടെ അതിന് മരണമാണ് സംഭവിക്കുന്നത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അന്ധകാരത്തിന്റെ മേഖലയിലാണ് എങ്കിൽ നിങ്ങളുടെ മരണത്തിന്റെ മേഖലയിലാണ്. അവിടുന്ന് പുറത്തു വരാനുള്ള വഴി അത് ക്രൂശിലൂടെയാണ് പോകുന്നത്. അത് യേശു ക്രിസ്തുവാണ്. ആ ക്രൂശിലൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത്. പിന്നെ നമ്മൾ സൃഷ്ടികളല്ല, പുത്രന്മാരാണ്, സ്വർഗത്തിൽ നിന്ന് ജനിച്ചവർ. നിങ്ങളുടെ ചുറ്റും കാണുന്നതെല്ലാം സൃഷ്ടിയാണ്, പക്ഷെ ഞാനും നിങ്ങളും അവനിൽ ജനിച്ചവരാണ്, അവന്റെ രക്തത്തിലൂടെ. അതുകൊണ്ട് നമ്മൾ ദശാംശം കൊടുക്കുന്നത് ധനികരാകാൻ വേണ്ടിയല്ല, നമ്മൾ ധനികരാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. എനിക്ക് വിശ്വാസമുണ്ട്, ദശാംശം എനിക്ക് രക്തത്തിലൂടെ ലഭിച്ചതിനെയാണ് കാണിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 6:4 എഴുതിയിരിക്കുകയാണ്, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നമ്മൾ ഈ വചനത്തെ വീണ്ടും വീണ്ടും എന്തിനാണ് വായിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് വചനം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഈ അന്ധകാരത്തിന്റെ മേഖലയിൽ നിന്നുള്ളവരല്ല, നമ്മൾ വെളിച്ചത്തിന്റെ മേഖലയിൽ നിന്നുള്ളവരാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെക്കുറിച്ചുള്ളതെല്ലാം ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പിതാവ് നമ്മളോട് പറയുകയാണ്, ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവന്റെ മരണത്തിൽ സാദൃശ്യത്തോടു നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഞാൻ ആഗ്രഹിക്കുകയാണ് വചനം കേൾക്കുന്നവരെല്ലാം ഈ വചനം പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ റോമർ എഴുതിയ ലേഖനം ഇതും ഈ വർഷം മുഴുവൻ, ഈ ആഴ്ച മുഴുവൻ എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കും. നമ്മൾ അവന്റെ മരണത്തോട് സദൃശ്യരായി ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവനെ കാണാൻ സാധിക്കുന്നത്? നാം ഇനി 6-ാം വാക്യത്തിൽ എഴുതി, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ പഴയ മനുഷ്യൻ ആരായിരുന്നു?
അത് നമ്മുടെ പഴയ മനുഷ്യൻ ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലത്തിലൂടെ ജീവിച്ചതാണ്. നിങ്ങൾക്കറിയാം, ഒരു രീതിയുണ്ട്, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ അത് സഞ്ചരിക്കുന്നത്. നമ്മൾക്ക് അത് യേശുക്രിസ്തുവിൽ ഉണരേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ പ്രാവശ്യവും അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ചിന്തയിലേക്ക് അത് 40-ാം വയസ്സിൽ ഇങ്ങനെ സംഭവിക്കും, 60-ാം വയസ്സിൽ ഇങ്ങനെ സംഭവിക്കും. ഇതൊരു രീതിയാണ് ആദമിന്റെ ചിന്തയിൽ വന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ വ്യത്യസ്തരാക്കുക, വിശുദ്ധരാക്കുക, ഇത് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇത് അന്ധകാരത്തിന്റെ മേഖലയിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ നിയമങ്ങളും ഈ രീതിയും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെ തന്നെ വ്യത്യസ്തരാക്കുക. നിങ്ങൾ ആ ജീവൻ ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വചനം പറയുകയാണ്, പുതിയ ജനനത്തിനനുസരിച്ച് ജീവിക്കുക, പുതുക്കത്തിൽ നടക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണത്? നിങ്ങൾ ആ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ പുതിയ മനുഷ്യന്റെ ജീവൻ നിങ്ങളിലില്ല. നിങ്ങൾ എത്രയധികം ആ പുതിയ മനുഷ്യന്റെ അനുസരിച്ച് ചലിക്കുന്നുവോ, ആ പുതിയ ജീവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. നാം അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ആദം പാപം ചെയ്തു, അതവന്റെ രക്തത്തിൽ വന്നു. എനിക്ക് നിങ്ങൾക്കും പാപത്തിലൂടെ തിരിച്ചറിവ് ലഭിച്ചു. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെയല്ല, ആദം പാപം ചെയ്തതിലൂടെ. എത്രയധികം ഫലം ആദമിൽ നിന്ന് വന്നോ അവരെല്ലാവരും പാപികളായി തീർന്നു. അതുകൊണ്ട് നമ്മൾ ജന്മത്തിലൂടെ പാപത്തിന്റെ അടിമകളായിരുന്നു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ആ രോഗത്തിൽ നിന്നും മോചനം പ്രാപിച്ച്, ആ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നീതിമാനായിരിക്കുകയാണ്. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. തേജലിൽ മരണത്തിന് കർത്തൃത്വമില്ല, ഗീതുവിൽ മരണത്തിന് ഇനി കർത്തൃത്വമില്ല, പ്രിയയിൽ ഇനി മരണത്തിന് കർത്തൃത്വമില്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു, മരണത്തിന് ഇനി നിങ്ങളിൽ ആരിലും ഒരു കർത്തൃത്വവുമില്ല. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും നമ്മൾ പഠിച്ചതുപോലെ, യേശുക്രിസ്തു ആയിരിക്കുന്നത് പോലെ ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും. ഈ ജീവന്റെ മേഖലയിൽ എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി എന്താണ്? എന്റെയും നിങ്ങളുടെ പ്രവൃത്തി ഇതാണ്, വിശ്വസിക്കുക. വിശ്വാസത്തോടെ തന്നെത്താൻ പാപത്തിന് വേണ്ടി മരിച്ചവരായിട്ടും പക്ഷെ ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങൾക്കെല്ലാം വിശ്വാസത്തിലൂടെയാണ് ലഭിക്കുന്നത്. നമ്മൾ പഠിച്ചു, വിശ്വാസം എന്ന് പറയുന്നത് അതൊരു ഭാവനയല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ ചെയ്യുന്നത്. ഏത് നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന്. എന്തുകൊണ്ടെന്നാൽ പിതാവ് നിങ്ങളുടെ വിഷയത്തിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സൃഷ്ടി, ആ സാക്ഷ്യത്തോടു കൂടെ പിതാവ് നിങ്ങളോട് പറഞ്ഞതിനെല്ലാം ഒന്നാകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ട്, ഞാൻ ഒരു സമയത്ത് ദശാംശം കൊടുക്കാറില്ലായിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അതിലെനിക്കൊരു വെളിപ്പാട് ലഭിക്കുന്നതിലൂടെയായിരുന്നു. ആ സമയത്ത് എനിക്ക് വെളിപ്പാട് ലഭിച്ചപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തു, ഞാനിത് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ സ്നേഹമാണ് പിതാവിന് വേണ്ടി ഞാൻ കാണിക്കുന്നത്. അതൊരു സൗഭാഗ്യകരമായ കാര്യമാണ് ധനത്തിന്റെ മേഖലയിൽ ഞാൻ പിതാവുമായി ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു, ഞാൻ ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത്. ഇപ്പോൾ പൈസയാണ് എന്നെ സേവിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം, റോമർ 8-ാം അധ്യായം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടാണ്? അവർ ശരീരത്തിനനുസരിച്ചല്ല, നമ്മുടെ ശരീരത്തെ കാണിക്കുന്നത് പോലെയല്ല, ആത്മാവിനനുസരിച്ചാണ് ജീവിക്കുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഒരു നിയമമുണ്ട് ഈ മേഖലയിൽ. ഇവിടെ നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ലത് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റാണ് ലഭിക്കുന്നത്. അവിടെ മരണമാണ്. നിങ്ങൾ അധികം മധുരം കഴിച്ചാൽ ഈ മേഖലയിൽ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാകും. ആ കർമ്മത്തിന്റെ ചക്രമാണ്, അവിടെ മരണമാണ് എല്ലാം ഈ മേഖലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്ന് പാല് കുടിക്കുന്നത് നല്ലതായിരിക്കാം, പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം അത് തെറ്റായി തോന്നാം. എന്തുകൊണ്ടെന്നാൽ ഇത് നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലത്തിലൂടെയാണ്. പിന്നെ ദൈവം വന്നിട്ട് ഈ മേഖലയിൽ നമ്മളെ ജീവന്റെ വൃക്ഷത്തിന്റെ മേഖലയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ജീവൻ ഈ ലോകത്തിന്റെ റൊട്ടിയിൽ നിന്നല്ല വരുന്നത്. എന്തുകൊണ്ടെന്നാൽ പുത്രന്റെ ജീവൻ, അത് മുഴുവൻ ജീവനും പിതാവിൽ നിന്നാണ് വരുന്നത്. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ ജീവിക്കുന്നത് പിതാവിലൂടെയാണ്. എന്റെയും നിങ്ങളുടെ ജീവനും അങ്ങനെയാണ്. ഈ വസ്തുക്കളിലൂടെയല്ല, നമ്മൾ കഴിക്കുന്ന വസ്തുക്കളിലൂടെയല്ല, നമ്മളുടെ ജീവൻ പിതാവിൽ നിന്നാണ്. കുഞ്ഞിലെ മുതൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലൂടെ അനേക വിത്തുകൾ നമ്മുടെ പ്രാണനിൽ വിതച്ചിട്ടുണ്ടാവാം, നമ്മൾ ആ പല രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ വ്യത്യസ്തരാക്കുമ്പോൾ, വിശുദ്ധരാക്കുമ്പോൾ ഇതെല്ലാം ശരിയാണ്. പക്ഷെ എൻ്റെ തിരിച്ചറിവ് പിതാവിൽ നിന്നാണ് വരുന്നത്. ഒരു സാക്ഷ്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിലവഡ് ചർച്ചിൽ വന്നത്, സിനിയുടെ സാക്ഷ്യമായിരുന്നു.
ഒരുപാട് സമയമായിട്ട് അവൾക്കൊരു അലർജി ഉണ്ടായിരുന്നു. അവൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവൾ സുവിശേഷം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഏറ്റുപറയാൻ തുടങ്ങി, ഞാൻ പുത്രനാണ്, എൻ്റെ സ്വഭാവത്തിൽ രോഗമില്ല എന്ന്. അപ്പോൾ അവൾ ആ ചിന്തകൾക്കോട് എതിർത്ത് നിന്നപ്പോൾ എല്ലാ രോഗവും അവളുടെ ജീവിതത്തിൽ നിന്ന് പോകുവാനിടയായി. ഞാനും നിങ്ങളും ഇപ്പോൾ മനുഷ്യജാതിയല്ല, ഞാനും നിങ്ങളും ഇപ്പോൾ ഒരു പുത്രന്മാരാണ്, ഒരു പുതിയ ജാതി. നിങ്ങൾ ഇത് മറക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന്, പിന്നെ ആ ജീവൻ നിങ്ങളുടെ ആത്മീയ മനുഷ്യത്വത്തിലുള്ളത് അത് നിങ്ങളുടെ ആത്മാവിലൂടെ ശരീരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ട് പിതാവ് ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ അവനോട് കൂടെ അവൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ നിങ്ങൾ അംഗീകരിക്കുക. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഇതിന്റെ അർത്ഥം എന്താണ്? ശരീരത്തിനനുസരിച്ചല്ല ആത്മാവിനനുസരിച്ച് നടക്കണമെന്നുള്ളത്. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ മറ്റൊരു വസ്തുവിലൂടെയുമല്ല നിങ്ങളുടെ തിരിച്ചറിവ് ഉണ്ടാക്കേണ്ടത്. അത് നിങ്ങളുടെ സ്വയം ശരീരമാണെങ്കിൽ പോലും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് രോഗവും എൻ്റെ ശരീരത്തിൽ കണ്ടാൽ പോലും ഞാൻ അതിലൂടെയല്ല എൻ്റെ തിരിച്ചറിവ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ രോഗിയാണെന്ന്. ഞാൻ വിശ്വസിക്കുന്നു ആ വിഷയങ്ങളിൽ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നവർ അവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. പിതാവ് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് സഞ്ചരിക്കുക. ഈ പെൺകുട്ടി ചെയ്തതുപോലെ അവൾ ഏറ്റുപറയുക മാത്രം ചെയ്തു, എൻ്റെ സ്വഭാവത്തിൽ ആ രോഗമില്ല, എന്തുകൊണ്ടെന്നാൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ചിലപ്പോൾ അവളുടെ ശരീരത്തിൽ ആ സമയത്ത് ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ വീണ്ടും അവൾ ആ തിരിച്ചറിവിൽ ശരീരത്തിൽ നിന്നല്ല എടുക്കുന്നത്, അവൾ വിശ്വാസത്തിൽ നിലനിന്നു. അപ്പോൾ അവൾക്ക് കാണുവാനിടയായി, രോഗവും അവളെ വിട്ടു പോകാനിടയായി. വിലപിടിൽ ഞാൻ വളരെയധികം സാക്ഷ്യങ്ങൾ കേട്ടു. അതിൽ ആളുകൾക്ക് വളരെയധികം സാധനങ്ങൾ കഴിക്കുന്നത് അവർ കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് അലർജി ആയിരുന്നു. അവർ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം അപ്രത്യക്ഷമാവാനിടയായി. വചനം കേട്ടതിലൂടെ മാത്രം, ഒരു പുതിയ ഹൃദയത്തെ സ്വീകരിച്ചതിലൂടെ. ഞാൻ ആഗ്രഹിക്കുകയാണ് അബണ്ടൻസ് സീരീസ് പിന്നെയും നിങ്ങൾ കേൾക്കണമെന്ന്. എത്രയധികം നിങ്ങൾ വചനം വീണ്ടും വീണ്ടും കേൾക്കുന്നുവോ, കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുവാനിടയാകും. എങ്ങനെയാണ് വചനം ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് വേണ്ടി പുതിയ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന്. മുന്നോട്ട് നമുക്ക് കുറച്ച് വചനങ്ങൾ വായിക്കാം. ഞാൻ ഇവിടെ കുറച്ച് വചനങ്ങൾ എടുത്തിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച്. ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് യേശു ക്രിസ്തു അവന്റെ ജീവിതത്തിൽ വിശ്രമത്തിന്റെ സ്ഥാനത്ത് നിലനിന്നതെന്ന്. യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച്, ആ വിശ്രമത്തെക്കുറിച്ച് ആ വചനങ്ങളെ നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാം. ലൂക്കോസ് 22 അധ്യായം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ശിഷ്യന്മാരോട് കൂടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ ദിവസം യേശു ക്രിസ്തുവിനെ ഒരു പെസഹ കുഞ്ഞാടിനായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് 15 ആഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. യേശു ക്രിസ്തു നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ച് നമ്മളെ ജീവനിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കിടക്കുന്ന വീട്ടിലേക്ക് പിന്നിച്ചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് കുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. പെസഹ പെരുന്നാൾ എന്തായിരുന്നു? അവിടെ ആ കുഞ്ഞാടിനെ യാഗമർപ്പിച്ചു. ചെതും വേണമായിരുന്നു, പുളിപ്പില്ലാത്ത അപ്പവും വേണമായിരുന്നു. അതൊരു അടയാളമായിരുന്നു യേശുക്രിസ്തുവിന്റെ യാഗത്തെ കാണിക്കുന്നതിന്റെ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെട്ട ഒരു കാര്യത്തെ അവന്റെ ജീവിതം ജീവിക്കുന്നത് എന്ന്. ആ പെസഹ മേശ ഒരുക്കുന്ന സമയമായപ്പോൾ പറയുകയാണ്, നിങ്ങൾ പോകുമ്പോൾ ഒരു മനുഷ്യനെ കാണും, വെള്ളം ചുമന്നുകൊണ്ട്, കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനനുസരിച്ച് അതേപോലെ ആ ശിഷ്യന്മാർ കാണുവാനിടയായത്. യേശുക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഏത് രീതിയിലായിരുന്നു? അവനൊരു പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലായിരുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് അതിന്റെ 19 അധ്യായം. ഇവിടെ എഴുതിയിരിക്കുകയാണ് 18 വാക്യത്തിൽ. മുന്നോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് 19 അധ്യായം 24 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് 19 അധ്യായം 28 വാക്യം മുതൽ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അവൻ ഒരു മലയരികെ ബേത്ഫഗയ്ക്കും ബേഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കിടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ.
അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേൽ ഇട്ട് യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവ് മലയുടെ ഇറക്കത്തിൽ അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുവിൻ എന്ന് പറഞ്ഞു. അതിനവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിലുള്ള എല്ലാ വസ്തുക്കളും അതിലെല്ലാം ജീവനുണ്ട്. ബുദ്ധിയും ജ്ഞാനവും ഉള്ളത് ആത്മാവാണ്. വിശ്രമവും സമാധാനവും അതും ആത്മാവാണ്. കല്ലുകളും ആർത്തു വിളിക്കും. എന്തുകൊണ്ടെന്നാണ് അവൻ അറിയുന്നു ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. സൃഷ്ടികൾ അറിയുന്നു ആരാണ് അവരുടെ സൃഷ്ടികർത്താവെന്ന്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് അവന്റെ വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രവചനം പറഞ്ഞിരുന്നതെന്നും കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വരുമെന്നും അങ്ങനെയാണ് ശിഷ്യന്മാരെ അയച്ചത് എന്നും അപ്പോൾ പറയുകയാണ്, നിങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു കഴുതക്കുട്ടിയെ ഇതുവരെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്തതിനെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണുമെന്നും ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുമെന്ന് പറഞ്ഞു. അവന്റെ ജീവിതത്തിലെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അവനൊരു പുത്രനാണ്, അവനൊരു പിതാവുണ്ട്. ഞാനും നിങ്ങളും പുത്രന്മാരാണോ? എനിക്കും നിങ്ങൾക്ക് ഒരു സ്വർഗീയ പിതാവുണ്ടോ? അവൻ നമ്മളെ വേണ്ടി വില കൊടുക്കുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും ഒരു സ്വർഗീയ പിതാവുണ്ടോ? ഇതെല്ലാം നമ്മൾക്കും ബാധകമാണോ? നമ്മൾ റോമറിൽ വായിച്ചതുപോലെ എങ്ങനെ യേശുക്രിസ്തുവിന്റെ ജീവിതമായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെയും നമ്മൾ കാണേണ്ടത്. ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം അതെപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾക്കതിനെ തപ്പേണ്ട ആവശ്യമേ ഉള്ളൂ. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി 17-ാം അധ്യായം 24-ാം വാക്യം. അവൻ കഫർനഹൂമിൽ എത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന്, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണോ? അല്ല. പിന്നെ നമ്മൾ എവിടെ നിന്നുള്ളവരാണ്? ഞാനും നിങ്ങളും സ്വർഗത്തിൽ നിന്നുള്ളവരാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഈ പത്രോസ് പറഞ്ഞു അന്യരോട് എന്ന്. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട്. നിങ്ങൾക്കറിയാമോ, ഈ പറയുകയാണ്, ആ കടലിന്റെ അരികത്തേക്ക് ചെല്ലണം. എന്നിട്ട് പറയുകയാണ് ചൂണ്ടലിടണമെന്ന്. നിങ്ങൾക്കറിയാമോ, അതിലൊരു മുള്ളു പോലെയുണ്ട്. അതിലൊരു എന്തെങ്കിലും ഒരു വസ്തു, ആ കൊളുത്തിൽ ഒരു തീറ്റ ഇട്ടിട്ടുണ്ടാവും. അത് ഇതിനു വേണ്ടിയിട്ടാണ്. ആ മീനുകളെല്ലാം അതിൽ ആകർഷിക്കപ്പെടണം. നിങ്ങൾക്ക് ഒരു കൊളുത്താണോ വേണ്ടത് അതിൽ തീറ്റയുള്ളത്? മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക. അതിനെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അത് യേശുവിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു? അല്ല. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ചില ആളുകൾ യേശുക്രിസ്തുവിൽ നിന്നും എന്നോട് പറയാറുണ്ട്, പറയുകയാണ്, പള്ളിയുടെ ദ്രഹ്മപ്പണം കൊടുക്കാൻ വേണ്ടി അവർ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് യേശു എന്താണ് ശിഷ്യന്മാരോട് പറയുന്നത്? നീ കടലിനരികത്ത് ചെന്നിട്ട് അവിടെ ചൂണ്ടയിടണം. ആദ്യം ലഭിക്കുന്ന മീൻ അതിൻ്റെ വാ തുറക്കുമ്പോൾ ഒരു പണം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. എന്തെങ്കിലും ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ നിങ്ങൾക്കറിയാമോ, എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് വരുമ്പോൾ അതിൻ്റെ ഉത്തരം മുന്നമേ തന്നെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, വളരെയധികം ആളുകൾ അവരുടെ പരീക്ഷയുടെ ആവശ്യങ്ങൾ എനിക്ക് എഴുതാറുണ്ട്. നിങ്ങൾക്കറിയാമോ, ധനം എന്ന് പറയുന്നത് അത് ബുദ്ധിയോട് കൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് സദൃശ്യവാക്യത്തെ നിങ്ങൾക്ക് 8-ാം അധ്യായത്തിൽ വായിക്കാൻ സാധിക്കും. ധനവും എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവ അവകാശമായി കൊടുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ യേശുക്രിസ്തു പത്രോസിനോട് പറയുകയാണ്, പോയിട്ട് സ്വർഗത്തിൽ നിന്നല്ല വന്നത്, പത്രോസിനോട് പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ബുദ്ധിക്ക് അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും അവന് അതിൻ്റെ ഫലം ലഭിക്കുവാനിടയായി. അതാണ് നിങ്ങൾക്ക്, അവൻ ബുദ്ധി തരും. അവൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരും, ധനം ലഭിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് വേണ്ടി. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്,
എന്നെ എന്നെ സ്നേഹിക്കുന്നവർക്ക് വാസ്തവ അവകാശമായി കൊടുക്കുമെന്ന്. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായി പ്രാർത്ഥിക്കുകയായിരിക്കും. പക്ഷെ ഒരു ബുദ്ധിയുള്ള വ്യക്തി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇതായിരിക്കും: പിതാവേ, എനിക്ക് ബുദ്ധി തരിക, എങ്ങനെയാണ് ധനം ഞാൻ സമ്പാദിക്കേണ്ടത് എന്ന്. എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയുടെ ആത്മാവാണ് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നത് ഈ മുഴുവൻ സൃഷ്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അവൻ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ആ ബുദ്ധിയുടെ ആത്മാവിനുകൂടെയാണ് അവൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. പൗലോസ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അവൻ ബുദ്ധിയുടെ ആത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ മനസ്സിൻ്റെ ഹൃദയം അത് പ്രകാശമുള്ളതാകാൻ വേണ്ടി. അപ്പോൾ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്? അത് ബുദ്ധിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ചില സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ നിങ്ങളുടെ ജീവിതം അത് പൂർത്തീകരിക്കപ്പെട്ടൊരു കാര്യത്തെ പോലെയാണ്. നിങ്ങൾ ഈ സത്യത്തിൽ വിശ്രമിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാലും നിങ്ങൾ ചുറ്റും നോക്കുക, തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റ് എനിക്ക് ലഭിച്ചപ്പോൾ എന്നോട് ആരും പറഞ്ഞില്ല നിങ്ങളുടെ ജീവിതം ഒരു പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലാണ് എന്ന്. പക്ഷെ എനിക്കിത് അറിയാമായിരുന്നു, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉത്തരം അതെൻ്റെ ചുറ്റും തന്നെ ഉണ്ടാവും, എനിക്കത് ലഭിക്കുമെന്ന്. ആ സമയത്ത് ഞാൻ കുട്ടികളുടെ ഒരു ഷോ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു. ഒരു സേഫ്റ്റി പിന്നിൻ്റെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിലൊരു സേഫ്റ്റി ലോക്കുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ കാര്യമാണിത്, ഒരു സേഫ്റ്റി പിൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത്. പക്ഷേ പെട്ടെന്ന് ആ സെറ്റിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവരുടെ ഡിമാൻഡ് വരികയാണ്, ഒരു സേഫ്റ്റി പിൻ വേണം, അതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതും തന്നെ വേണം. അന്ന് രാവിലെ ഡയറക്ടറിനോട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് ഈ സേഫ്റ്റി പിൻ ഉണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനിടയായി ഒരു ആവശ്യമാണ് എൻ്റെ ചെവിയിലേക്ക് എത്തിയത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ചുറ്റും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഒരു ദിവസം ഞാൻ ഒരു ചെറിയ സേഫ്റ്റി പിന്നിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതില്ലായിരുന്നത് കൊണ്ട് ഞാൻ ഈ കുട്ടികളുടെ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഞാൻ അതെൻ്റെ ബാഗിൽ അത് വെച്ചിരുന്നു. എങ്ങനെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ഒരു ആവശ്യം എൻ്റെ ചെവിയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഉത്തരം നേരത്തെ തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്നോട് കൂടെ അപ്പോൾ ഒരു പുത്രനുണ്ടായിരുന്നു. ആ സമയത്ത് അവളത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ സമാധാനമായിരിക്കൂ, ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന്. ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ വിശ്വസിക്കുകയില്ല, നീ അത്ഭുതപ്പെടും, ആ സേഫ്റ്റി പിൻ എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചിലപ്പോൾ പ്രശ്നം അത് എൻ്റെ അടുത്ത് ഇപ്പോഴായിരിക്കാം വന്നത്, പക്ഷെ അതിൻ്റെ ഉത്തരം വളരെ മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ അടുത്ത് അതിൻ്റെ ഉത്തരം കൊണ്ടുവന്നിരുന്നു. ഒരു സമയമായിട്ട് അതെൻ്റെ ബാഗിലുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു എൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത് എന്ന്. പിന്നെ നിങ്ങൾ വിശ്രമത്തിലാകാൻ പഠിക്കുമ്പോൾ, നിങ്ങൾ കോപത്തിന് താമസമുള്ളവരാകുമ്പോൾ, എനിക്ക് മനസ്സിലായി ഒരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ ഉത്തരവും അടുത്ത് തന്നെ ഉണ്ട് എന്ന്. നിങ്ങൾക്കറിയാമോ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇത്ര നല്ലതല്ല. കുറച്ച് ദിവസം മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച്. അവരെന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ അത് ശരിയായിട്ട് ചെയ്തില്ല എന്ന്. അപ്പോൾ എനിക്ക് വളരെ ദേഷ്യം വരികയായിരുന്നു. ഞാൻ കണ്ടു ആ മുന്നിലിരിക്കുന്ന ആളും വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ഞാനപ്പോൾ വീണ്ടും എന്നെ തന്നെ താഴ്ത്തി. അവിടെ ഞാൻ സമാധാനത്തിലായിരുന്നു. ശരി, ഞാൻ നിങ്ങൾക്ക് തരാം, എന്നോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഒരു മണിക്കൂറിനകത്ത് തന്നെ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ അയച്ചു. അവരെല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്നു. അതിനുശേഷം എൻ്റെ അടുത്തെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവർക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. അവരെന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമോ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാഡം നിങ്ങൾ വിട്ടുകളഞ്ഞേക്ക്, നിങ്ങൾ പ്രിൻ്റ് ഔട്ട് മാത്രം തന്നാൽ മതി, എൻ്റെ അടുത്തേക്ക് അത് കൊണ്ടുവരിക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തോളാമെന്ന്, ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ അപ്രൂവ് ചെയ്യാമെന്ന്, ഞായറാഴ്ചത്തേക്ക് അതെല്ലാം ചെയ്യാമെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുവാനിടയായി. ഞാൻ സമാധാനത്തിലായിരുന്നപ്പോൾ എല്ലാം പിതാവിൽ അർപ്പിച്ചപ്പോൾ എനിക്ക് കാണുവാനിടയായി, എനിക്ക് വേണ്ടിയിരുന്നതെല്ലാം അതുപോലെ തന്നെ എനിക്ക് ലഭിക്കുവാനിടയായി. ആ വ്യക്തി എന്നോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടിയുള്ളത് അവർ ചെയ്യാമെന്ന്. അവർ തയ്യാറാവാനിടയായി. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ ദേഷ്യപ്പെടുകയല്ല, ഞാൻ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിന്നപ്പോൾ. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം പൂർത്തീകരിക്കപ്പെട്ടൊരു കാര്യത്തിലാണ് എന്ന്, അപ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ സത്യത്തിൽ ഉണരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തിരിച്ചറിവിൽ, ഈ പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പിതാവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആരുടെ അടുത്ത് പിതാവുണ്ടോ അവർക്കെല്ലാം ഉണ്ട്.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പിതാവിനെ നമ്മളോട് കൂടെ കാണുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മുടെ പിതാവ് എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, പുതുവർഷത്തിൻ്റെ രാത്രത്തിൽ ഞാൻ വേറൊരു ചർച്ചിൽ പോയിട്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. എനിക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി. ആ ഓട്ടോറിക്ഷയിൽ ഞാൻ ഇരുന്നു. ആ സമയത്ത് അങ്ങനെയായിരുന്നു, വളരെയധികം ആളുകൾ, ചുറ്റുമുള്ള ആളുകൾ അവിടെ വരുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു രാത്രിയിൽ റിക്ഷയിൽ പോകുന്നത് സേഫ് അല്ല എന്ന്. എന്തുകൊണ്ട് തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് കുറച്ച് ആളുകളെ എന്നെ കണ്ടു. അവർ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വനമായിരുന്നു. പെട്ടെന്ന് ഞാൻ കണ്ടു അവരെൻ്റെ റിക്ഷയുടെ അടുത്തേക്ക് വരികയാണ്. ആ സമയത്ത് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ തന്നെത്താൻ ഭയങ്കര ബലഹീനയായിട്ട് കണ്ടു. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടുകാരെ ഫോൺ വിളിച്ചു. അവർക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നാൽ 2 പോലീസുകാർ അവർ ബൈക്കിൽ വന്നിട്ട് എൻ്റെ ഓട്ടോയുടെ അടുത്ത് വന്നിട്ട് അവർ വഴി ചോദിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്രയധികം ഓട്ടോ അവിടെയുണ്ട്. പക്ഷേ ആ 2 പോലീസുകാർ എൻ്റെ റിക്ഷയുടെ അടുത്ത് തന്നെ വന്നു. അവർ ആ ഓട്ടോക്കാരനോട് വഴി ചോദിക്കാൻ വേണ്ടി. അവർ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അവർ എൻ്റെ കണ്ണുനീര് കണ്ടു. അവർ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ എല്ലാ കാര്യം അവരോട് പറഞ്ഞു. ആ സമയത്ത് അവരെന്താണ് ചെയ്തത്, അവരുടെ എല്ലാ ജോലിയും വിട്ടിട്ട് ആ 1 മണിക്കൂർ അവരെന്നെ വീട് വരെയുള്ള വഴിയിൽ അവരെന്നെ എൻ്റെ കൂടെ വന്നു, എൻ്റെ റിക്ഷയുടെ കൂടെ. അതിൻ്റെ അടുത്ത ദിവസം പത്രത്തിൽ ഞാൻ ന്യൂസ് വായിക്കുവാനിടയായി. ഒരുപാട് അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായി. സ്ത്രീകളുടെ വിരോധമായിട്ട് ഒരുപാട് പേര് അവരെ പ്രശ്നത്തിലാക്കിയെന്നും ആ രാത്രിയിൽ തന്നെ ഒരു പുതിയ നിയമം ഭാരതത്തിൽ വരുവാനിടയായി. പ്രത്യേകിച്ച് ബോംബെയിൽ ന്യൂ ഇയറിൻ്റെ രാത്രിയിൽ ഇങ്ങനെ പ്രത്യേകം സെക്യൂരിറ്റി വരുവാനിടയായി. ആ സമയത്ത് ആ രാത്രിക്ക് ശേഷമായിരുന്നു സംഭവിച്ചത്. എൻ്റെ വിശ്വാസം ഇതായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പുത്രൻ അവിടെ വരുമ്പോൾ ആ പ്രശ്നത്തിന് നടുക്കിൽ അവിടെ ഒരു രീതിയാണ് കൊണ്ടുവരുന്നത്. ഞാൻ ആ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി, ആ രാത്രിയിൽ പോലീസുകാരുടെ സുരക്ഷ എനിക്കുണ്ടായിരുന്നു എന്ന്. നിങ്ങൾ ആ സമയത്ത് ഉണരുകയാണ്, നിങ്ങളുടെ ജീവിതം പൂർത്തീകരിക്കപ്പെട്ടൊരു കാര്യത്തിലാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പോലീസുകാരൻ അവർ ഞങ്ങളുടെ അടുത്ത് തന്നെ വന്നിട്ട് എന്നെ വീട് വരെ ഞങ്ങളുടെ കൂടെ വരുവാനുള്ള തീരുമാനമെടുത്തു. ഒരു വിശ്രമത്തിൻ്റെ സ്ഥലം എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യം മുതൽ. ഇവിടെ ഇതാ വാക്യമാണ് യേശുക്രിസ്തു പീലാത്തോസിന് മുമ്പിലായിരുന്നപ്പോൾ ഉള്ളത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്ര വസ്ത്രവും ധരിച്ചു പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന്, നീ എവിടെ നിന്നാകുന്നു എന്ന് അവനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ എവിടെ നിന്നുള്ളവരാണ്? ഞാനും നിങ്ങളും സ്വർഗത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വെളിപ്പെട്ട കാര്യം ഇതായിരുന്നു. എല്ലാ കാര്യങ്ങളും ആളുകൾക്കും അറിയാമായിരുന്നു. അവൻ കാണാൻ നമ്മളെപ്പോലെയുള്ളവനാണെങ്കിലും ഇവൻ ഇവിടുത്തെ അല്ല എന്ന്. അവൻ വെള്ളത്തിന് മുകളിൽ നടന്നപ്പോഴും ഭൂതങ്ങളെ പുറത്താക്കിയപ്പോഴും രോഗികളെ സൗഖ്യമാക്കിയപ്പോഴും വേറൊരു മേഖലയിലെ നിയമമായിരുന്നു അവൻ അതിലൂടെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതാണ് സത്യം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതും. ആളുകൾ നിങ്ങളുടെ ജീവിതത്തെ കാണുമ്പോൾ അവർക്ക് തോന്നും, എങ്ങനെ അത്ഭുതകരമായിട്ടാണ് നിങ്ങളുടെ ജീവിതം അസാധാരണമായി അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതം നയിക്കുന്നത് എന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശുവിനറിയാമായിരുന്നു. യേശു ക്രൂശിൽ അവനെ തറച്ചില്ലായിരുന്നു. പക്ഷെ യേശു തന്നെത്താൻ അവനെ സമർപ്പിക്കുകയായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തോന്നാം അധികാരങ്ങൾ മറ്റുള്ളവർ ഉണ്ട് എന്ന്. പക്ഷെ വചനത്തെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? യേശു പറയുകയാണ്, യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെയും നിങ്ങളുടെയും മുകളിൽ ആർക്കും അധികാരമില്ല. ആരാണ് നിങ്ങളുടെ മുകളിൽ അധികാരമുള്ള ആൾ? എൻ്റെയും നിങ്ങളുടെയും പിതാവാണ്. ഈ ലോകത്തിൻ്റെ ഒരു വസ്തുവിനും നിങ്ങളുടെ മേൽ അധികാരമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാം, നമ്മൾ യുദ്ധം ചെയ്യുന്നവരായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, എന്തെങ്കിലും ശരിയാകണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ ഇത് പഠിക്കുകയാണ്, എൻ്റെ മുകളിൽ വേറെ ആർക്കും ഒരു അധികാരവുമില്ല. എത്രയധികം ഞാൻ എൻ്റെ മുകളിൽ ഒരു അധികാരമില്ല എന്ന് ഞാൻ പഠിക്കുന്നുവോ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവൻ വിശ്രമത്തിൽ നിലനിന്നത്? അവനറിയുമായിരുന്നു അവൻ എവിടെ നിന്നാണ് വന്നത് എന്നും എങ്ങോട്ടാണ് പോകേണ്ടത് എന്നും.
പിന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും, യേശുക്രിസ്തു അവൻ്റെ ശിഷ്യന്മാരുടെ കാലും കഴുകി. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഏറ്റവും സാമർഥ്യമുള്ളവനാണെന്ന് നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ തന്നെത്താൻ താഴ്ത്തുവാൻ തുടങ്ങും. സത്യം ഇതാണ്, ഏറ്റവും ശക്തിയുള്ളവൻ ഇപ്പോൾ എൻ്റെ ഉള്ളിലാണ് വസിക്കുന്നത്. നമ്മൾ ഈ അറിവിലാണെങ്കിൽ ഈ അറിവ് നമ്മെ അധികം വിശ്രമത്തിലേക്ക് കൊണ്ടുപോകാനിടയാകും. നിങ്ങൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ സത്യത്തിന് അനുവദിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പിതാവും നിങ്ങളും ഒന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആ ത്രിയേകനായ ദൈവം നിങ്ങളോട് കൂടെ എപ്പോഴുമുണ്ട്. പിന്നെ മുഴുവൻ സ്വർഗവും നിങ്ങളോട് കൂടെ എപ്പോഴുമുണ്ട്. അതുകൊണ്ട് യേശു പത്രോസ് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1 ലഗ്യോനിലധികം സ്വർഗദൂതന്മാരെ ഇറക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങൾ അറിയുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന്. മുഴുവൻ സ്വർഗരാജ്യവും ഒരു മനുഷ്യന്റെ കൂടെയല്ല, പക്ഷേ ആ മുഴുവൻ രാജ്യം ഒരു പുത്രനിലാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ആരെങ്കിലും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നാൽ. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചുമിരിക്കുന്നു. ഇതിനു മുമ്പ് യേശുക്രിസ്തു ക്രൂശിൽ പോകുന്നതിന് മുമ്പ് അവൻ ഈ കാര്യങ്ങൾ പറയുകയാണ്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന കാര്യങ്ങളെല്ലാം ഞാൻ പ്രവൃത്തി മികച്ചിരിക്കുന്നു എന്ന്. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ആ കുഞ്ഞാടാണ്. അവൻ ലോകത്തിന് ഉത്ഭവത്തിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി അവൻ അറക്കപ്പെട്ടു. എല്ലാം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ളത് നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നടന്നത് എന്ന്. അതും ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ. ഈ കാര്യങ്ങൾ ഒരു മനുഷ്യന് വേണ്ടി എഴുതിയിരിക്കുന്നതല്ല. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ മക്കൾക്ക് വേണ്ടി, അവൻ്റെ പുത്രന്മാർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്രശ്നം വന്നപ്പോൾ മറ്റുള്ളവരെ പോലെ അല്ല, ആ പ്രശ്നത്തിൽ വിശ്രമിക്കാൻ പഠിക്കുക. 5 വർഷത്തിന് മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ലഭിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഒരു അനാഥയെ പോലെയായിരുന്നു ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഞാൻ എത്രയധികം വിശ്രമത്തിലായിരിക്കാൻ പഠിച്ചുവോ എനിക്കെല്ലാം ലഭിക്കുവാൻ തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കോളേജിലെ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു പ്ലമ്മിൻ്റെ വിത്ത് അത് എൻ്റെ തൊണ്ടയിൽ കുടുങ്ങുവാനിടയായി. എൻ്റെ കൂട്ടുകാർക്ക് തോന്നി ഞാൻ തമാശ കളിക്കുകയാണെന്ന്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ഇതിനെ അകത്തോട്ട് കൊണ്ടുപോകണം, പുറത്തോട്ട് കൊണ്ടുവരണമെന്ന്. അത് വളരെ വല്ലാതെ അതങ്ങ് അകപ്പെട്ടു പോയിരുന്നു അവിടെ. അവരെന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ്, എനിക്കത് അനുഭവിക്കുവാൻ സാധിച്ചു. 2 കൈ വന്നിട്ട് എൻ്റെ വയറിൽ ഇങ്ങനെ ഇടിക്കുവാനിടയായി, അകത്തോട്ട് തള്ളുവാനിടയായി. പെട്ടെന്ന് എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയിരുന്ന ആ വിത്ത് പുറത്തേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ പുറത്ത് സംഭവിച്ചു? ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് നടന്നതിന് ശേഷം 45 മിനിറ്റോളം എൻ്റെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്രമിക്കാൻ പഠിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എൻ്റെ കൂട്ടുകാർക്കെല്ലാം തോന്നി ഞാൻ തമാശ കളിക്കുകയാണെന്ന്. പിന്നെ ഞാൻ ഒരാളെ അനുഭവിച്ചു, എന്നെ സഹായിച്ചയാളെ. അപ്പോൾ ആ വിത്ത് വെളിയിലേക്ക് വരുവാനിടയായി. സ്വർഗദൂതന്മാർ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പുത്രത്വത്തിലാണ്. കുറച്ചുകൂടി നമുക്ക് വിശ്രമത്തെക്കുറിച്ച്, റെസ്റ്റിനെ കുറിച്ച്, നമുക്ക് അതിൻ്റെ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ ഈ അന്ധകാരത്തിൻ്റെ മേഖലയിലായിരുന്നു, പിന്നെ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മേഖലയിലേക്ക് വന്നു. അതിൻ്റെ വേറൊരു പേര് വിശ്രമം എന്നാണ്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുകയാണെങ്കിൽ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ഭൂമി, ദൈവം ഒരു ഇസ്രയേലിയരെ മിസ്രൈമിൽ നിന്നും, അതിൻ്റെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. മിസ്രൈമിൽ എന്തായിരുന്നു? അവിടെ അടിമത്തത്വമായിരുന്നു. ആളുകൾ അവരെ ഭരിച്ചുകൊണ്ടിരുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന്. ആ വാഗ്ദത്ത ഭൂമി ഒരു അടയാളമായിരുന്നു വിശ്രമത്തിൻ്റെ. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും യേശുക്രിസ്തുവിലാണ്. എൻ്റെയും നിങ്ങളുടെയും വാഗ്ദത്ത ഭൂമി ഏതാണ്? നമ്മൾ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അവൻ്റെ വിശ്രമം എന്ന് പറയുന്നത് അത് വാഗ്ദത്ത ഭൂമിയെ പോലെയാണ് അവനിലുള്ളത്. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് നോക്കാം. വിശ്രമത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 2-ാം അധ്യായം. ഇവിടെ ദൈവം അവൻ്റെ വിശ്രമത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. എല്ലാ സൃഷ്ടിയും സൃഷ്ടിച്ചതിന് ശേഷം 2:1 മുതൽ നമുക്ക് വായിക്കാം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിർത്തിയായി. നിങ്ങൾക്കറിയാമോ, ഇസ്രയേലിൽ ഇപ്പോഴും 7-ാം ദിവസം ശബത്തായി ആചരിക്കുകയാണ്. സൃഷ്ടിയുടെ വിശ്രമം അത് ശബത്തിൻ്റെ ദിവസമാണ്. പക്ഷേ
വീണ്ടെടുപ്പിന്റെ വിശ്രമം അത് സൺഡേക്കാണ്. യേശുക്രിസ്തു ആണ് എന്നെ വിടുവിച്ചവൻ. അവനെ അന്ധകാരത്തിന്റെ മേഖലയിൽ നിന്ന്, പാപത്തിന്റെയും മരണത്തിന്റെയും മേഖലയിൽ നിന്ന് വിടുവിച്ച് എന്നെ ജീവന്റെ മേഖലയിൽ പ്രവേശിപ്പിച്ചു. മുന്നോട്ട് 3-ാം വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. എന്തുകൊണ്ടാണ് ആരെങ്കിലും വിശ്രമിക്കുന്നത്? അവർ വിശ്രമിക്കുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്ക് വിശ്രമിക്കാൻ അപ്പോഴാണ് സാധിക്കുന്നത്. നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പറയുകയാണ്, ഇനി ഞാൻ വിശ്രമിക്കുമെന്ന്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ദൈവം എല്ലാം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതെല്ലാം നേരത്തെ തന്നെ വെച്ചു. എന്നിട്ട് പറയുകയാണ്, നീ ഇനി എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ വീണ്ടും ജനനം നടക്കുമ്പോൾ, നമ്മൾ അവൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ വിശ്രമിക്കാൻ സാധിക്കും. നിങ്ങൾ അറിയുക, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതെല്ലാം ദൈവം നേരത്തെ തന്നെ എല്ലാം കരുതി വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവും ഒരു പൂർത്തീകരിച്ച കാര്യത്തിലാണ് സഞ്ചരിച്ചത്. നമ്മൾ വചനത്തിൽ വായിച്ചു, യേശുക്രിസ്തു പറയാണ്, നീ എനിക്ക് തന്ന കാര്യങ്ങളെല്ലാം ഞാൻ പൂർത്തീകരിച്ചു എന്ന്. എന്ത് കാര്യങ്ങളായിരുന്നു? ആ അന്ധന്മാരെ സൗഖ്യമാക്കിയ ഒരു അന്ധനായ വ്യക്തി അവന്റെ അടുത്ത് വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവനെ എന്തുകൊണ്ടാണ്, ഇവന്റെ അമ്മയുടെ അപ്പന്റെയും കുറ്റം കൊണ്ടാണോ, എങ്ങനെയാണ് ഇവൻ അന്ധനായത്? യേശു പറയുകയാണ്, ഒരു കാര്യവുമില്ല, ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. യേശു പറയുകയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പൂർത്തീകരിച്ചു. പിന്നെ അവൻ ക്രൂശിൽ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ഒരു പുതിയ സൃഷ്ടിയാണ്. നമ്മൾ സ്വർഗീയ ജാതിയാണ്. നമ്മുടെ വീണ്ടും ജനനം സ്വർഗത്തിൽ നിന്നാണ് നടന്നിരിക്കുന്നത്. വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മളെ വ്യത്യസ്തരാക്കിയിരിക്കുകയാണ്. അവന്റെ നല്ല പ്രവൃത്തികളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി, നടക്കാൻ വേണ്ടി. യേശു ക്രിസ്തു വേണ്ടി സത്യമായിട്ടുള്ളതല്ല എനിക്കും വേണ്ടിയും സത്യമാണ്. അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ആ സത്യത്തിൽ, ആ വിശ്രമത്തിൽ നമ്മൾ സഞ്ചരിക്കണമെന്ന്. പുത്രന് വേണ്ടിയുള്ളതെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ആളുകൾ, എന്നോട് ചുറ്റുമുള്ളവരെല്ലാം ഒരു സമയത്ത് ഇന്നവർ സഭയിലുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഒരു പുത്രന്റെ ജീവൻ ഒരു വ്യത്യസ്തമായതിൽ ഒരു വിശുദ്ധമായ ജീവനാണ്. നിങ്ങൾ എത്രയധികം പിതാവിനോട് കൂടെ സഞ്ചരിക്കാൻ പഠിക്കുന്നോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അധികം വിശ്രമത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നേരത്തെ തന്നെയുണ്ട്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ആവർത്തനം 6-ാം അധ്യായം 3 വചനങ്ങൾ നമുക്ക് വായിക്കാം. പഴയ നിയമത്തിൽ നിന്നും വാഗ്ദത്തെ ഭൂമിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. 6:10 മുതൽ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും, നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ. ഇവിടെ നോക്കൂ, ഇവിടെ പറയുകയാണ്, ഒലിവ് തോട്ടങ്ങളെ, മുന്തിരിത്തോട്ടങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് അതിന്റെ ഫലം ഭക്ഷിക്കണമെങ്കിൽ വളരെ ആവശ്യമാണ്. അതിന്റെ വിത്ത് വളരെ സമയത്തിന് മുമ്പേ അത് വിതയ്ക്കേണ്ടത് ആവശ്യമാണ്. അത്ഭുതകരമായ കാര്യമാണ്. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നേരത്തെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുക, അത് നിന്നെ അടിമവീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ ഹൃദയം എങ്ങനെയാണ്. നീ എന്നെ മറന്നു പോകരുത്. നീ ഇത് ചിന്തിക്കരുത്, ഒരു ഒരു വിഗ്രഹമാണ് എൻ്റെ പിതാവ് എന്ന്. എന്തുകൊണ്ടെന്നാൽ നീ എന്നിലൂടെയാണ് ജനിച്ചത്. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ, ഞാൻ UK-യിലായിരുന്നപ്പോൾ ഞാൻ ഒരു വീടിന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ വീട് തപ്പിയില്ല, വേറൊരാളാണ് എനിക്ക് വേണ്ടി പോയിട്ട് ആ വീട് തപ്പി. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കവിടെ വേണ്ടതും എനിക്കിഷ്ടമുള്ളതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാമായിരുന്നു എല്ലാ കാര്യങ്ങളും വേറൊരാളാണ് എനിക്ക് വേണ്ടി ചെയ്തത്, ആ വീട് തപ്പാൻ വേണ്ടി. എനിക്ക് ചെയ്യേണ്ടത് ഇത് മാത്രമായിരുന്നു, ആ വീട്ടിൽ താമസിക്കുക എന്നുള്ളത് മാത്രം. ഗീതുവിനെയും ഒരു സാക്ഷ്യമുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അവളുടെ ക്ലിനിക്കിലായിരുന്നപ്പോൾ, അതൊരു ചെറിയ ക്ലിനിക്കായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ഒരു സമയം വന്നു, ഇനിയൊരു നിങ്ങൾക്കൊരു വലിയ ക്ലിനിക്ക് കിട്ടാൻ പോവുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവൾക്ക് കാണാൻ സാധിച്ചു, അവിടുത്തെ വീടിൻ്റെ ഉടമസ്ഥൻ അവരോട് പറഞ്ഞു അത് വിടണമെന്ന്. അവരവിടുന്ന് പോയപ്പോൾ ഏത് സ്ഥലത്ത് അവൾ പോയോ അത് വളരെ മനോഹരമായിരുന്നു. ഒരു പുതിയ ഇതായിട്ട് അത് പണിതതായിരുന്നു അവിടെ. ഞാൻ അവരുടെ മക്കാൻമാലേക്ക് അത് ഒഴിയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ ക്ലിനിക്കിന്റെ ആവശ്യം അവളുടെ ജീവിതത്തിൽ വരികയാണ്. അതിനു മുൻപേ, ആ ആവശ്യം വരുന്നതിന് മുമ്പ് അതിന്റെ ഉത്തരം നേരത്തെ പിതാവിലൂടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്.
അവൾ അവളുടെ ജീവിതത്തിൽ ആ പൂർത്തീകരിച്ച കാര്യത്തിൽ ആ വിശ്രമത്തെ കാണുവാനിടയായി. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത് പൂർത്തീകരിക്കപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് നമുക്കൊരു പിതാവുണ്ട് എന്നുള്ളതാണ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. ആവർത്തനം 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. ഒരു നല്ലൊരു ദേശം. നിങ്ങൾക്കറിയാമോ, ദൈവം ആദ്യം മുതൽ എന്തിനെയെങ്കിലും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെയും അത് നല്ലത് തന്നെയാണ്. അവനൊരു സ്ഥലത്തെ ഉത്തമം എന്ന് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ നമ്മെ അന്ധകാരത്തിന്റെ മേഖലയിൽ നിന്നും വിടുവിച്ച് നമ്മളെ ജീവന്റെ മേഖലയിൽ പ്രവേശിപ്പിച്ചു. അതിനെ അവൻ നല്ലത് എന്നാണ് പറയുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും ആതള നാരകവുമുള്ള ദേശം. നിങ്ങൾക്കറിയാം ആ കുറവ് എവിടെ നിന്നാണ് വന്നത്? അത് പാപത്തിലൂടെയാണ് വന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനാണ് വന്നത്, സമൃദ്ധിയായ ജീവൻ. ഏതെങ്കിലും മേഖലയിൽ കുറവ് വരുന്നുവെങ്കിൽ അത് പാപത്തിലൂടെയാണ് വന്നത്. യേശുക്രിസ്തു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് വന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അവിടെ ഒരു ഗോതമ്പിന്റെയും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരങ്ങളുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിക്കുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യണം. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എത്രയധികം വിശ്രമിക്കാൻ പഠിക്കുന്നുവോ അത് നിങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ എല്ലാ മേഖലയിലും വിശ്രമത്തിലൂടെ ജീവനൊഴുകുന്ന കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം പറയുകയാണ്, വാഗ്ദത്തം ചെയ്ത ഭൂമിയിൽ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കണമെന്ന്. ആ വിശ്രമം എന്ന് പറയുന്നത് അത് ആ സ്ഥലമല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ആവർത്തനം 11-ാം അധ്യായം 8-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോട് ഇരിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടപ്പിൻ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമാകുന്ന ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങൾ പോകുന്ന ദേശം ആ മിസ്രയീം ദേശത്തെ പോലെയല്ല. ഈ ലോകത്തിന്റെ മേഖല, അവിടെ ഒരു പിതാവുമില്ല. അവർ വിത്ത് വിതയ്ക്കുന്നു, അവർക്ക് തന്നെ അതിന് വെള്ളം ഒഴിക്കേണ്ടി വരുന്നു. പക്ഷേ ഞാനും നിങ്ങളും ഇപ്പോൾ ഒരു ദേശത്തേക്കാണ് വരുന്നത്. അവിടെ നമുക്കൊരു പിതാവുണ്ട്. അവൻ വെള്ളവും മഴയും എല്ലാം സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, ഒരു പുത്രന്റെ ആവശ്യങ്ങളെല്ലാം ആ പിതാവിൽ നിന്നാണ് പൂർത്തിയാകുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്ത് നിന്ന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും, നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവിടെ പിന്നെയും എന്താണ് ദൈവം പറയുന്നത്? നീ എന്നെ മറന്നു പോകരുത്, പിന്നെ വേറെ എന്തെങ്കിലും ആളെ പോയി നമസ്കരിക്കരുത്. നിങ്ങൾക്കറിയാം, എത്രയധികം നിങ്ങൾ പഴയ നിയമം വായിക്കുന്നുവോ അതൊരു നിഴല് പോലെയാണ് ഈ കാര്യങ്ങളുടെ വരാനുള്ള പൂർത്തിയാകാനുള്ള കാര്യങ്ങളുടെ. വാഗ്ദത്തം ചെയ്ത ഭൂമി അതൊരു വിശ്രമത്തിന്റെ സ്ഥലമായിരുന്നു. അവ പറയുകയാണ്, നിങ്ങൾക്കൊരു പിതാവുണ്ട്, അവൻ നമുക്ക് വിശ്രമം നൽകുമെന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. പുതിയ നിയമത്തിൽ നിന്ന് എബ്രായർ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വിശ്രമത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്നു ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവർത്തികളിൽ നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ
ഇടശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാലും ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമസൃഷ്ടാന്തത്തിനൊത്തവണ്ണം, ഇവിടെ നോക്കുക 9-ാം വാക്യം, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമസൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാമും ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ദൈവം ഇസ്രയേലിയരോട് പറയുകയാണ്, നിങ്ങൾ പോയി ആ വാഗ്ദത്തം ചെയ്ത ഭൂമിയിൽ പ്രവേശിക്കണമെന്ന്. അതങ്ങനെയൊരു ദേശമായിരുന്നു, അതങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ എല്ലാം അവർക്ക് മുന്നമേ ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു അവരെ തടസ്സപ്പെടുത്തിയത്? അവരെ ആ തലമുറയെ അവിടെ പോകാൻ അനുവദിക്കാതിരുന്നത്? അവരവിടെ വലിയ മല്ലന്മാരെ കണ്ടു. അവർ കണ്ടു പേടിച്ചു. അവർ ദൈവം പറഞ്ഞ കാര്യത്തെ സ്വീകരിക്കാതെ അവർ ശരീരത്തിൽ നോക്കി അത് സ്വീകരിക്കാനിടയായി. അതുകൊണ്ട് കാലേബും യോശുവയുടെയും തലമുറ അവർ മാത്രമാണ് പറഞ്ഞത്, ദൈവം നമ്മൾക്ക് ആ സ്ഥലം തരുമെന്ന്. അവർക്ക് അത് ലഭിക്കുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ അവർ വിശ്വാസത്തിലൂടെയാണ് സഞ്ചരിച്ചത്. എന്തായിരുന്നു മറ്റുള്ളവർക്ക് ആ സ്ഥലത്ത് പ്രവേശിക്കാൻ സാധിക്കാതിരുന്നത്? ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഒരു ഭയം ദൈവം അത്ര നല്ലതല്ല. അവർക്ക് തോന്നുകയാണ് നമ്മളിവിടെ യുദ്ധം ചെയ്യണമെന്ന്. അവർ മറന്നുപോയി ആരാണ് അവർക്ക് ചെങ്കടൽ രണ്ടാക്കിയത്. സ്വർഗീയ പിതാവായിരുന്നു. ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ആരായിരുന്നു ചെയ്തത്? പിതാവായ ദൈവമായിരുന്നു. അതുകൊണ്ട് ഭാരം ആളുകളുടെ മുകളിലല്ലായിരുന്നു. ആ ആളുകൾക്ക് അവരോട് മല്ലന്മാരോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ആ സ്വർഗരാജ്യമാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങൾ എൻ്റെ വലതു ഭാഗത്തിരിക്കുക, ഞാൻ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ പാദപീഠമാക്കുവോളം. നിങ്ങൾ പഠിക്കുക എങ്ങനെയാണ് ആ വിശ്രമത്തിന്റെ സ്ഥലത്തിൽ നിലനിൽക്കേണ്ടത് എന്ന്, എങ്ങനെ നമ്മൾ രാജാക്കന്മാരെ പോലെ അധികാരം നടത്തേണ്ടത് എന്ന്. ഒരു രാജാവ് അവരാണ് സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കുന്നവരാണ്. ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീണ്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഏറ്റുപറയേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം സ്വാതന്ത്ര്യം ലഭിച്ചത് സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് ആ വിജയത്തിൽ. എല്ലാ വാഴ്ചകളും അധികാരികളും അവരറിയുന്നു അത് പൂർത്തീകരിക്കപ്പെട്ട കാര്യമാണ് എന്ന്. ഇവിടെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. നമ്മൾ ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ എന്താണ് വായിച്ചത്? ദൈവം എന്തുകൊണ്ടാണ് വിശ്രമിച്ചത്? എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം ആദ്യം എല്ലാം അതിനെയും സൃഷ്ടിച്ചതിന് ശേഷം അവൻ വിശ്രമിച്ചു എന്ന്. ഇപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക എന്ന്. അതിൻ്റെ അർത്ഥം ഇതാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വേണ്ടിയുള്ളത് എല്ലാ കാര്യങ്ങളും അത് പൂർത്തീകരിച്ചിരിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ വിശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് മുന്നമേ വിജയിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എത്രയധികം വിശ്രമിക്കുന്നുവോ അതിനോട് കൂടെ എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നമ്മൾ സഭയിൽ കേട്ട സാക്ഷ്യങ്ങളെല്ലാം അത് വിശ്രമത്തെക്കുറിച്ചുള്ളതായിരുന്നു. എന്തെങ്കിലും ഒരു കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുവെങ്കിൽ നിങ്ങൾ അറിയുക, നേരത്തെ അതിനുള്ള ഉത്തരം പിതാവിലൂടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തോട് നിങ്ങൾ ബുദ്ധി ചോദിക്കുക, നമ്മളെ അവൻ സഹായിക്കാൻ വേണ്ടി, എല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി. നമ്മൾ വചനത്തെ ഗ്രഹിക്കുമ്പോൾ, അതിൻ്റെ സത്യത്തെ പിടിച്ചുകൊള്ളുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാണെന്നുള്ളതിൽ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക സ്വഭാവം പ്രവർത്തിക്കാൻ തുടങ്ങും. എല്ലാ പിതാവ് നിശ്ചയിച്ച കാര്യങ്ങളും പൂർത്തീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നിങ്ങളിലാണുള്ളത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർ 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം മുതൽ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നിങ്ങളെ അവനോട് കൂടെ ഇരുത്തിയെങ്കിൽ ചിന്ത വരുമ്പോൾ നിങ്ങൾ ആ സ്ഥാനം വിട്ടിട്ട് നിങ്ങൾ ഓടാൻ തുടങ്ങരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, യേശു ക്രിസ്തു അവൻ പ്രശ്നങ്ങളുടെ ഇടയിൽ അതിന് പുറകെ ഓടാൻ തുടങ്ങിയില്ല. അവൻ പിതാവിൻ്റെ വലതുഭാഗത്താണ്. നിങ്ങൾ യേശു ക്രിസ്തുവിലാണ് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? നിങ്ങൾ എന്തിനാണ് ഭാരങ്ങളുടെയും ചിന്തയുടെയും പുറകെ ഓടുന്നത്? 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്,
തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ ഇപ്പോഴുള്ള സമയത്ത് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഹീറിന്റെയും ജിഗറിന്റെയും ഒരു ഫലമായതുപോലെ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിലൂടെ ജനിച്ചവരാണ്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി നേരത്തെ ദൈവത്തിലൂടെ മുൻ നിയമിച്ച കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങൾ അതിലൂടെ നമ്മൾ സഞ്ചരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു. അവൻ ആ വിശ്രമത്തിലായിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. നമ്മൾ ആ വിശ്രമത്തിൽ നിലനിൽക്കാൻ പഠിക്കുമ്പോൾ, നിങ്ങൾ എത്രയധികം നിലനിൽക്കുന്നുവോ അതിലൂടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീരും. നമ്മുടെ സഭയിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ആ ചിന്ത ദൈവത്തിൽ അർപ്പിച്ചു. ഞാൻ എത്രയധികം വിശ്രമത്തിൽ നിലനിന്നു, പിതാവായ ദൈവം ആ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവും അതിനുള്ള ബുദ്ധിയും തരുവാനിടയായി. എല്ലാം നിയന്ത്രണത്തിന് ശരിയായ രീതിയിൽ വരുവാനിടയായി. ഈ കാര്യങ്ങളിൽ ആരാണ് ചെയ്തത്? അത് പിതാവാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ ഇത് അവൻ്റെ സഭയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും. എവിടെയാണ് ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു? നമ്മൾ വചനം വായിക്കുമ്പോൾ ക്രിസ്തുവിൽ എന്നുള്ളത് വായിക്കുമ്പോൾ അറിയുക, അതൊരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ യേശു ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? അവൻ വിശ്രമത്തിലാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നത്? ആ വിശ്രമത്തിന്റെ സ്ഥലത്ത് നമ്മൾ നിലനിൽക്കുന്നതിലൂടെ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 4-ാം വാക്യത്തിൽ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും അവൻ നമ്മൾ തിരഞ്ഞെടുത്തു. ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നാൽ അവൻ എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെ എത്രയധികം മാതാപിതാക്കളുണ്ട്, അവരുടെ മക്കൾ വെളിരാജ്യത്ത് പഠിക്കാൻ പോയിരിക്കുന്നവർ. നിങ്ങൾ അവരുടെ ടിക്കറ്റ് മാത്രമേ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഏത് ദേശത്ത് അവർ പോകുന്നു, അവരെവിടെ താമസിക്കും, ഏത് സ്ഥലത്ത് അവർ പോകുന്നു, അവിടെ അവർക്ക് യാത്ര എങ്ങനെയായിരിക്കും, അവരുടെ ഭക്ഷണം, നിങ്ങളുടെ സന്തതികളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ നോക്കാറുണ്ട്. അതുപോലെയാണ് എൻ്റെയും നിങ്ങൾക്കും വേണ്ടിയുള്ള സത്യവും. പിതാവ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുക മാത്രമല്ല ചെയ്തത്, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവൻ കൊടുങ്കാറ്റിന് നടുവിലും ഉറങ്ങാൻ അവന് സാധിച്ചത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകി തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 8-ാം അധ്യായം 28-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ഏകജാതനായിരുന്നു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവൻ അനേകം സഹോദരന്മാർക്ക് ആദ്യജാതനായി തീർന്നു. അവൻ ഏറ്റവും ആദ്യമാണ്, ഏറ്റവും വലിയവനാണ്. പക്ഷേ വേറെ അധികം സഹോദരന്മാർ അവിടെ ഉത്ഭവിക്കുവാനിടയായി. നിങ്ങൾ പുത്രനാണെന്ന് പറയാൻ സാധിക്കും, പക്ഷെ നിങ്ങൾ ഇപ്പോഴും മനുഷ്യനായിട്ടാണോ നിങ്ങളെ കാണുന്നത്? നമ്മളിപ്പോൾ ആദമിന്റെ വംശത്തിൽ നിന്നുള്ളവരല്ല. നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിതാവാണ് ഇതിനു വേണ്ടി സാക്ഷ്യം പറയുന്നത്. എന്തുകൊണ്ടാൽ നിങ്ങൾ മനുഷ്യരാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ഈ മേഖലയിലാണ്, സൃഷ്ടികരിക്കപ്പെട്ട മേഖലയിലാണ്. അവിടെയാണ് നിങ്ങൾ. ഒരു പുത്രൻ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവനാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, മുൻ നിയമിച്ചവരെ വിളിച്ചവരും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് കൂടെ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നോട്ടിംഗമിലായിരുന്നപ്പോൾ ആ സമയത്ത് ഞാനൊരു മീറ്റിങ്ങിന് പോയി. വേറൊരു സ്ഥലത്താണ് നടന്നത്. ഞാൻ 4 ട്രെയിൻ ചേഞ്ച് ചെയ്താണ് ആ മീറ്റിങ്ങിന് വേണ്ടി അവിടെ പോയത്. ആ മീറ്റിംഗ് അത് രാത്രി 11 മണിക്കാണ് തീരേണ്ടിയിരുന്നത്. ഞാൻ ആ സ്ഥലത്ത് നിന്ന് തിരിച്ചെൻ്റെ വീട് വരെ വരാനായിട്ട് ഒരു ട്രെയിനും തിരിച്ചു വരാൻ വേണ്ടിയില്ലായിരുന്നു. എനിക്കൊരു മാർഗവുമില്ലായിരുന്നു. ഞാനത് അറിഞ്ഞിട്ടും ഞാൻ തീരുമാനമെടുത്തു ഞാൻ പോകുമെന്ന്. ഞാൻ ആ ലൈനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഒരു സ്ത്രീ
എന്നോട് കൂടെ അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ സംസാരിക്കുവാനിടയായി. ചെറിയ കുറച്ച് സമയത്തിനിടയിൽ അവരെന്നോട് എൻ്റെ നമ്പർ മേടിക്കുവാനിടയായി. ഞങ്ങൾ നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുവാനിടയായി. അവർ അവരുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. ഞാൻ ആ മീറ്റിങ്ങിൻ്റെ സ്ഥലത്തെത്തി. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ആ മീറ്റിംഗ് ഏകദേശം 12 മണി വരെ രാത്രിയിൽ മുന്നോട്ട് പോയി. എല്ലാവരും 12 മണിക്ക് അവരവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്കറിയില്ലായിരുന്നു ഞാനിനി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുമെന്ന്. എനിക്ക് റെയിൽവേ സ്റ്റേഷനിലല്ലേ പോയി അവിടെ പ്ലാറ്റ്ഫോമിൽ മുഴുവൻ രാത്രിയും ഇരിക്കണം. ഞാൻ ആ ചിന്തയിൽ ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീയിൽ നിന്ന് എനിക്ക് കോൾ വരികയാണ്. അവരെന്നോട് ചോദിക്കുകയാണ്, പ്രിയ നിങ്ങൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഫ്രീ ആയിട്ടേ ഉള്ളൂ എന്ന്. അവരെന്നോട് ചോദിക്കുകയാണ്, നിനക്ക് രാത്രിയിൽ താമസിക്കാൻ സ്ഥലമുണ്ടോ എന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു ബുക്കിങ്ങും ചെയ്തിട്ടില്ല എന്ന്. അവർ എന്നോട് ഫോണിലൂടെ പറയുകയാണ്, ഞാൻ ഹോട്ടലിൽ നിൽക്കുന്നിടത്ത് നിനക്ക് എന്നോട് കൂടെ വന്ന് താമസിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ സിംഗിൾ ഒക്കുപ്പൻസിക്ക് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്, പക്ഷേ അവർക്ക് 2 പേർക്കുള്ളതാണ് കിട്ടിയതെന്ന്. അതുകൊണ്ട് അവർ പറയുകയാണ്, നീ ഇവിടെ വന്ന് എന്നോട് കൂടെ താമസിക്കാൻ സാധിക്കുമെന്ന്. ഞാൻ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എല്ലാം ഒരു പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലൂടെയാണ് എന്നുള്ളത്. ഏകദേശം ഇത് 2006 കാര്യമാണ്. ആ സമയത്ത് ഞാൻ റൂമിൽ ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വളരെയധികം വിശക്കുന്നുവെന്ന്. അവർ പറഞ്ഞു, ഈ സമയത്ത് എല്ലാ റെസ്റ്റോറൻറ്റുകളും ഇപ്പോൾ അടഞ്ഞിട്ടുണ്ടാവുമെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഭക്ഷണത്തിനുള്ളത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ആ സമയത്ത് ആ ഹോട്ടലിൽ ഒരു സ്റ്റാഫ് വരികയാണ്. ആ സമയം വൈകുന്നേരം അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഒരുപാട് ഭക്ഷണം ഉണ്ടായിരുന്നു അവിടെ. അവർ പറയുകയാണ്, നിങ്ങൾക്ക് വന്ന് ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യാമെന്ന്. ഞാൻ അവിടെ പോയി എൻ്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. ഞാനിത് ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ഞാൻ ആ മീറ്റിങ്ങിൽ പോയത് എന്നും. ഞാനൊരു ബുക്കിംഗ് ചെയ്തിട്ടില്ലായിരുന്നു, എനിക്ക് താമസിക്കാൻ സ്ഥലവുമില്ലായിരുന്നു. അതിൻ്റെ എല്ലാം ഇടയിൽ ഞാൻ ഈ കാര്യം അറിയുവാൻ എനിക്കിടയായി. ആ സമയത്തും ഞാൻ എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല, ഞാനൊരു പ്ലാനും ചെയ്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും വിശ്രമിക്കേണ്ടതായിട്ടുള്ള ആവശ്യം. നിങ്ങൾക്കറിയാമോ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ ചിന്തകൾ ദൈവത്തിൽ അർപ്പിക്കണമെന്ന്? എന്തുകൊണ്ടെന്നാൽ അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്ത് വിചാരവും ചിന്തയും നിങ്ങളുടെ മനസ്സിൽ വരാൻ അനുവദിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവം അറിയുന്നു. ഞങ്ങൾ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ആ സ്ത്രീ ആ ഹോട്ടലിൽ താമസിക്കും, അവർക്ക് 2 റൂം കിട്ടാൻ പോവുകയാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ പ്രിയയ്ക്ക് അവിടെ താമസിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാൻ സാധിക്കും, നിങ്ങളുടെ മുഴുവൻ ജീവിതവും അത് ആ പിതൃത്വത്തിലാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിയിരിക്കുകയാണ്. എത്ര വലിയ വിശ്രമമാണ് നമ്മൾക്കൊരു പിതാവുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. നമ്മൾ അതിൽ പഠിക്കുമ്പോൾ, നമ്മൾ അതിൽ നിലനിൽക്കാൻ ഒരാവശ്യം വരുമ്പോൾ അതിൻ്റെ ഉത്തരവും പിതാവിലൂടെ അവിടെ ലഭിച്ചിരിക്കുകയാണ്. എല്ലാം സാധിക്കും നമ്മൾ ആ സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ, ക്രിസ്തുവിലായിരിക്കുന്ന സ്ഥലത്ത്. വരൂ, നമുക്ക് ഒരുമിച്ച് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഉത്സവം നമുക്ക് ആഘോഷിക്കാം. നമ്മൾ ഏത് മേഖലയിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചത്? അവൻ നമ്മളെ എല്ലാ വാഴ്ചകളിൽ നമ്മുടെ മുകളിൽ അധികാരം വെച്ചിരുന്നതിന് നമ്മളെ വിടുവിച്ചു. തിരിച്ച് നമ്മളെ പിതാവുമായി ഒന്നാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പുത്രന്മാർ ഒരു ശബ്ദത്തിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. അത് അവൻ്റെ പിതാവിൻ്റെ ശബ്ദത്തിലൂടെയാണ്. വരൂ, നമ്മൾക്ക് ഇന്നത്തെ ആത്മീയ കാഴ്ച പിതാവിനെ നമുക്ക് അർപ്പിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശു ക്രിസ്തുവെ, അങ്ങൻ്റെ മഹാപുരോഹിതനാണ്. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് ആ നന്ദിയുടെ യാഗം അർപ്പിക്കുകയാണ്. ആത്മീയ ഉന്നതി ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതിൻ്റെ 10-1 അംശം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നന്ദി പറയിക്കുക. Let's just lift up a thanksgiving even for Regal Enclave, okay? And everything that was in order today and all the hands that blessed us, we just lift up Samson and everyone, the managing team here, all of the ones who are helping us, even with the food. Let's just speak a blessing on them. Thank you, Father. And we just multiply it back into their lives. We release it back into their lives. Oh, Rahadariararaba, Kashibriadalarama, Bahustobriadararaba, Kashibrahadararama. Father, I just thank you. Jesus, you're a high priest, and all the tithes, whoever is giving, we're giving it unto you, Jesus. And I thank you, even as we're giving it to you, you are increasing it and multiplying it back into their lives. Oh, Rahadariarara, Kashubrahadalaraba, Vahastiriararaba, Vashikrahadalaraba. Amen. Amen.